ശ്രീ ഗുരുഭ്യോ നമ. നമസ്കാരം. ഇന്ന് നെറ്റിൻ്റെ ജ്യോതിഷം എന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. ഇതം കാലവിജ്ഞാപകം ശാസ്ത്രം മുഹൂർത്തം ശോധയിത്വാ ക്രിയമാണ യജ്ഞാദിക്രിയാവിശേഷാः ഫലായ കൽപ്പന്തെ നന്യഥ തന്മുഹൂർത്തജ്ഞാനഞ്ച ജ്യോതിഷായത്തമതോസ്യ ജ്യോതിഷശാസ്ത്രസ്യ വേദാംഗത്വം സ്വീകൃതം. ഉക്തഞ്ചായമർത്ഥ ആർച്ചജ്യോതിഷേ യഥാ വേദാഹി യജ്ഞാർത്ഥമഭിപ്രവൃത്താഃ കാലാനുപൂർവാ വിഹിതാശ്ച യജ്ഞാഃ തസ്മാദിദം കാലവിജ്ഞാനശാസ്ത്രം യോ ജ്യോതിഷം വേദ സ വേദ യജ്ഞാൻ. വിജ്ഞാപകമായിട്ടുള്ള ശാസ്ത്രമാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. ഇത് വേദാംഗമാണ്. എന്തുകൊണ്ടാണ് ഇതിന് വേദാംഗത്വം കിട്ടിയത് എന്ന് ചോദിച്ചാൽ, നല്ലവണ്ണം മുഹൂർത്തം ചിന്തിച്ച് നല്ല മുഹൂർത്തത്തിൽ യജ്ഞാദിക്രിയകൾ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ യജ്ഞക്രിയകൾക്ക് ഫലം ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മുഹൂർത്തജ്ഞാനം ഏത് സമയത്ത് ചെയ്യണം, മുഹൂർത്തം എന്ന് പറഞ്ഞാൽ അത് കാലം തന്നെയാണല്ലോ, ഏത് സമയത്ത് ഈ യജ്ഞക്രിയകൾ ചെയ്യണം എന്നൊക്കെ അറിയണമെങ്കിൽ അത് ജ്യോതിഷത്തിലൂടെയാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ജ്യോതിഷം വേദാംഗമാണ്. ഈ ഒരു വിഷയം ഇപ്പോൾ പറഞ്ഞ കാര്യത്തെ ആർച്ചജ്യോതിഷത്തിൽ പറയുന്നതാണ് ഈ ശ്ലോകം. വേദാഹി യജ്ഞാർത്ഥമഭിപ്രവൃത്താഃ കാലാനുപൂർവാ വിഹിതാശ്ച യജ്ഞാഃ തസ്മാദിദം കാലവിധാനശാസ്ത്രം യോ ജ്യോതിഷം വേദ സ വേദ യജ്ഞാൻ എന്നിങ്ങനെ. ചതുർണാമപി വേദാനാം പൃഥക് പൃഥക് ജ്യോതിഷശാസ്ത്രമാസീത് തേഷു സാമവേദസ്യ ജ്യോതിഷശാസ്ത്രം നോപലഭ്യത്തെ ത്രയാണാമിതരേഷാം വേദാനാം ജ്യോതിഷാണി അവാപ്യന്തെ. ഋഗ്വേദസ്യ ജ്യോതിഷം ആർച്ചജ്യോതിഷം ഷഡ്ത്രിംശത് പദ്യാത്മകം, യജുർവേദസ്യ ജ്യോതിഷം യാജുഷജ്യോതിഷം ഊനചത്വാരിംശത് പദ്യാത്മകം, അഥർവവേദസ്യ ജ്യോതിഷം ആഥർവണജ്യോതിഷം 62 പദ്യാത്മകം. 4 വേദങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ജ്യോതിഷ ശാസ്ത്രമുണ്ടായിരുന്നു. അതിൽ സാമവേദത്തിൻ്റെ ജ്യോതിഷശാസ്ത്രം ലഭ്യമല്ല. ബാക്കി 3 വേദങ്ങളുടെ ഈ പ്രകാരത്തിലാണ്. ഋഗ്വേദത്തിൻ്റെ ജ്യോതിഷമാണ് ആർച്ചജ്യോതിഷം, 36 പദ്യങ്ങളാണ് അതിലുള്ളത്. യജുർവേദത്തിൻ്റെ ജ്യോതിഷമാണ് യാജുഷജ്യോതിഷം, അതിൽ 39 പദ്യങ്ങളാണുള്ളത്. അഥർവവേദത്തിൻ്റെ ജ്യോതിഷമാണ് ആഥർവണ ജ്യോതിഷം, അതിൽ 162 പദ്യങ്ങളാണുള്ളത്. ഏതേഷാം ത്രയാണാമപി ജ്യോതിഷാണാം പ്രണേത ലഗധോ നാമാചാര്യഃ തത്ര യാജുഷജ്യോതിഷസ്യ പ്രാമാണികം ഭാഷ്യദ്വയമപി പ്രാപ്യത്തെ. ഏകം സോമാകരവിരചിതം പ്രാചീനം, ദ്വിതീയം സുധാകരദ്വിവേദീകൃതം നവീനം. ഏതസ്യ ജ്യോതിഷശാസ്ത്രസ്യ 3 വർമാനി. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ 3 ജ്യോതിഷങ്ങളുടെയും, അതായത് ആർച്ചജ്യോതിഷം, യാജുഷജ്യോതിഷം, ആഥർവണ ജ്യോതിഷം, ഇതിൻ്റെ 3ൻ്റെയും പ്രണേതാവ്, കർത്താവ് എന്ന് പറയുന്നത് ലഗധൻ എന്ന് പറയുന്ന ആചാര്യനാണ്. യാജുഷജ്യോതിഷത്തിന് പ്രാമാണികമായിട്ടുള്ള 2 ഭാഷ്യങ്ങൾ ലഭ്യമാണ്. അതിൽ പ്രാചീനമാണ് സോമാകരൻ്റെ ഭാഷ്യം. സുധാകര ദ്വിവേദി അദ്ദേഹം എഴുതിയിട്ടുള്ള ഭാഷ്യമാണ് നവീനം ആയിട്ടുള്ളത്. ഏതസ്യ ജ്യോതിഷശാസ്ത്രസ്യ 3 വർമാനി തദിദം ശാസ്ത്രം ത്രിസ്കന്ധമുച്യത്തെ. തദുക്തം സിദ്ധാന്തസംഹിതാ ഹോരാരൂപം സ്കന്ധത്രയാത്മകം വേദസ്യ നിർമ്മലം ചക്ഷുർജ്യോതിശാസ്ത്രമനുത്തമം. അപ്പോൾ ഈ ജ്യോതിഷശാസ്ത്രത്തിന് 3 ശരീരങ്ങളുണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ ഈ ശാസ്ത്രം ത്രിസ്കന്ധം എന്നാണ് അറിയപ്പെടുന്നത്. 3 സ്കന്ധങ്ങളോടുകൂടി, അതായത് 3 വിഭാഗങ്ങൾ എന്ന് പറയാം. ജ്യോതിഷശാസ്ത്രത്തിന് 3 വിഭാഗങ്ങളുണ്ടെന്ന് പറയാം. ഇതൊക്കെയാണ് സിദ്ധാന്തം, സംഹിത, ഹോര. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. സിദ്ധാന്ത, സംഹിത, ഹോരാരൂപം, സ്കന്ധത്രയാത്മകം. ഏതൊക്കെയാണ് ജ്യോതിഷത്തിൻ്റെ സ്കന്ധങ്ങൾ എന്ന് ചോദിച്ചാൽ സിദ്ധാന്തം, സംഹിത, ഹോര എന്ന് പറയാം. വേദസ്യ നിർമ്മലം ചക്ഷു ജ്യോതിശാസ്ത്രമനുത്തമം. വേദത്തിൻ്റെ ചക്ഷുസായിട്ടാണ് ആരെ കണക്കാക്കുന്നത്? ജ്യോതിശാസ്ത്രത്തെ കണക്കാക്കുന്നത്.
एतत् प्रवर्तक 18 महर्षयः ते च सूर्यः पितामहो व्यासो वसिष्ठोत्रिः पराशरः कश्यपो नारदो गर्गो मरीचिर्मनुरङ्गिराः लोमशः पुलिशश्चैव च्यवनो यवनो भृगुः शौनकोऽष्टादशश्चैते ജ്യോതിശാസ്ത്രപ്രവർത്തകാः. 18 മഹർഷികളെ ജ്യോതിശാസ്ത്രത്തിൻ്റെ പ്രവർത്തകരായിട്ട് പറയുന്നുണ്ട്. ആരൊക്കെയാണ്? സൂര്യഃ പിതാമഹഃ വ്യാസഃ വസിഷ്ഠഃ അത്രിഃ പരാശരഃ കശ്യപഃ നാരദഃ ഗർഗഃ മരീചിഃ മനുഃ അംഗിരാः ലോമശഃ പുലിശഃ ച്യവനഃ യവനഃ ഭൃഗുഃ ശൗനകഃ. ഇങ്ങനെ 18 ജ്യോതിശാസ്ത്ര പ്രവർത്തകരായിട്ടുള്ള മഹർഷികളെ പറ്റി പറയുന്നു. ഇനി അടുത്തതായിട്ട് പ്രസിദ്ധാः കതിചന ജ്യോതിഷഗ്രന്ഥകാരാः. പ്രസിദ്ധരായിട്ടുള്ള ചില ജ്യോതിഷ ഗ്രന്ഥകാരന്മാരെ പറ്റി പറയുകയാണ്, അവരുടെ ഗ്രന്ഥങ്ങളും. ഒന്ന് ആര്യഭടഃ, കാലഘട്ടം 500 എന്നാണ്. ആര്യഭട്ടൻ AD 500, കൃതി ആര്യഭട്ടീയം. അടുത്തത് വരാഹമിഹിരഃ AD 600, കൃതികൾ പഞ്ചസിദ്ധാന്തിക, ബൃഹജ്ജാതകം, ലഘുജാതകം. അടുത്തത് ബ്രഹ്മഗുപ്തഃ AD 700, ബ്രഹ്മസ്ഫുടസിദ്ധാന്തഃ, ഖണ്ഡഖാദ്യം, ധ്യാനഗ്രഹഃ. അടുത്തത് ലല്ലഃ AD 700, രത്നകോശഃ, ധീവൃദ്ധിയന്ത്രഞ്ച, ധീവൃദ്ധിയന്ത്രം. അടുത്തത് ഉത്പലാചാര്യഃ AD 1000, വരാഹമിഹിരഗ്രന്ഥാനാം ടീകാഃ, വരാഹമിഹിരൻ്റെ ഗ്രന്ഥങ്ങൾക്ക് ടീകകൾ എഴുതിയിട്ടുണ്ട്. അടുത്തത് ശ്രീപതിഃ AD 1100, സിദ്ധാന്തശേഖരം, ധീകോടികരണം, രത്നമാല, ജാതക പദ്ധതി. അടുത്തത് ഭോജദേവഃ AD 1100, രാജമൃഗാങ്കരണം, രാജമൃഗാംഗകരണം. അടുത്തത് ഭാസ്കരാചാര്യഃ AD 1114 മുതൽ 1140 വരെ, സിദ്ധാന്തശിരോമണിഃ, കരണകുതൂഹലം. ഇനി കേശവഃ AD 1500, ഗ്രഹകൗതുകം, മുഹൂർത്തതത്വം, ജാതകപദ്ധതി. അടുത്തത് ഗണേശഃ AD 1550, ഗ്രഹലാഘവം. അടുത്തത് കമലാകരഃ AD 1650, സിദ്ധാന്ത തത്വവിവേകഃ. ഏതദതിരിക്താപി ലഘുപാരാശരി, ബൃഹത്പാരാശരി, ജൈമിനിസൂത്രം, ഭൃഗുസംഹിത, മീനരാജജാതകപ്രഭൃതയ ആർഷഗ്രന്ഥാഃ, ലഘുജാതകം, ബൃഹജ്ജാതകം, സാരാവലിഃ, ജാതകാഭരണം, ജാതകപദ്ധതിഃ, ജാതകസാരഃ, ജാതകാലങ്കാരः, പദ്മജാതകം, ഹോരാരത്നം, ഹോരാകൗസ്തുഭം ഇത്യാദയഃ പുരുഷപ്രണീതഗ്രന്ഥാശ്ച ശാസ്ത്രമിദം സമൃദ്ധം കുർവന്തി. ഇനി ഇപ്പോൾ പറഞ്ഞ ഗ്രന്ഥങ്ങൾ കൂടാതെ ആർഷഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. ആർഷം എന്ന് പറഞ്ഞാൽ ഋഷി സംബന്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതൊക്കെയാണ്? ലഘുപാരാശരി, ബൃഹത്പാരാശരി, ജൈമിനി സൂത്രം, ഭൃഗുസംഹിത, മീനരാജജാതകം എന്ന് തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി പുരുഷപ്രണീതങ്ങളായിട്ടുള്ള ഗ്രന്ഥങ്ങളും ഒരുപാടുണ്ടായിട്ടുണ്ട്. ഏതൊക്കെയാണ്? ലഘുജാതകം, ബൃഹജ്ജാതകം, സാരാവലി, ജാതകാഭരണം, ജാതകപദ്ധതി, ജാതകസാരഃ, ജാതകാലങ്കാരः, പദ്മജാതകം, ഹോരാരത്നം, ഹോരാകൗസ്തുഭം തുടങ്ങിയവ. അങ്ങനെ ഈ ഒരു ജ്യോതിഷശാസ്ത്രം വളരെ സമൃദ്ധമാണ് ഗ്രന്ഥങ്ങളെ കൊണ്ട്. കേരളമതപ്രതിപാദക ഗ്രന്ഥാഃ പ്രശ്നഗ്രന്ഥാന്തരാണി രമളഗ്രന്ഥാഃ താജികഗ്രന്ഥാശ്ച അസ്യ ശാസ്ത്രസ്യ പോഷകാ ഏവ. ജ്യോതിഷത്തിൽ കേരളത്തിൽ നിലനിൽക്കുന്ന രീതികൾ, കേരള മതത്തിനെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങൾ, കേരളീയ ശൈലിയിലുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പ്രശ്നഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. രമല ഗ്രന്ഥാഹ എന്ന് പറഞ്ഞാൽ അത് അറബിയിൽ രൂപം കണ്ട ഒരു ശാസ്ത്രമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ഭാരതീയ ജ്യോതിഷത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഫലപ്രവചന രീതിയാണ്
പക്ഷേ അത് പിന്നീട് നമ്മുടെ ജ്യോതിഷത്തിനെയും സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ താജിക ഗ്രന്ഥങ്ങൾ, അത് അതായത് ഒരു വ്യക്തിയുടെ ഒരു വർഷത്തെ ഫലം, സാധാരണ ഒരു ജാതകം നോക്കി ആളുടെ ജന്മത്തിലെ ആ ജീവിതത്തിലെ മുഴുവൻ ഫലം പറയുക എന്നുള്ള രീതി ഉണ്ടല്ലോ. ഇത് ഒരു വർഷത്തെ ഫലം പറയുക എന്നുള്ള രീതിയിൽ പറയുന്ന ഗ്രന്ഥങ്ങൾ, താജിക ഗ്രന്ഥങ്ങൾ, ഇതൊക്കെ ജ്യോതിഷശാസ്ത്രത്തിന് മുതൽക്കൂട്ടായിട്ടുള്ള ഗ്രന്ഥങ്ങൾ തന്നെയാണ്. ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമസ്കാരം.